ഇപ്പോൾ ലഭിച്ചൊരു വാർത്തയിലേക്കാണ്. വിദ്വേഷ പരാമർശ കേസിൽ അറസ്റ്റ് വൈകിപ്പിക്കാൻ ബി.ജെ.പി നേതാവ് പി.സി. ജോർജിന്റെ ശ്രമം. തിങ്കളാഴ്ച ഹാജരാകാമെന്ന് അഭിഭാഷകൻ വഴി പി.സി. ജോർജ് പോലീസിനെ അറിയിച്ചു. ജോർജ് വീട്ടിലില്ലെന്നാണ് വിശദീകരണം. ജോസി ബാബു വിവരങ്ങൾ നൽകും. ജോസി, ഹാജരാകാമെന്ന സന്നദ്ധത അറിയിച്ച് അറസ്റ്റിൽ നിന്ന് തടിതപ്പാനുള്ള ശ്രമമാണോ പി.സി. ജോർജ് നടത്തുന്നത്? ദിവ്യ, അറസ്റ്റ് നടപടികൾ ഉറപ്പായതിന്റെ പശ്ചാത്തലത്തിലാണ് പി.സി. ജോർജ് ഇത്തരത്തിലൊരു അടവ് നയം നടത്തുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും പി.സി. ജോർജ് ഇപ്പോൾ അഭിഭാഷകൻ മുഖേന നെയ്യാറ്റുപേട്ട പോലീസിൽ അറിയിച്ചിരിക്കുന്ന വിവരം തിങ്കളാഴ്ച ഹാജരാകാമെന്നാണ്. താൻ ഇപ്പോൾ വീട്ടിലില്ല, ഇപ്പോൾ പോലീസ് നടപടികളുമായി സഹകരിക്കുന്നതിന് ബുദ്ധിമുട്ടുണ്ട് എന്നാണ് അഭിഭാഷകൻ മുഖേന അറിയിച്ചിരിക്കുന്നത്. എന്തായാലും നേരത്തെ 2 തവണ പി.സി. ജോർജിന് നോട്ടീസ് നൽകാൻ പോലീസ് വീട്ടിലെത്തിയിരുന്നു. അപ്പോൾ പി.സി. ജോർജിന് നേരിട്ട് നോട്ടീസ് കൈപ്പറ്റാൻ സാധിക്കാത്ത സാഹചര്യത്തിൽ അവർ മടങ്ങുകയും ചെയ്തു. കുടുംബാംഗങ്ങൾ പി.സി. ജോർജിന് വേണ്ടിയുള്ള നോട്ടീസ് കൈപ്പറ്റാൻ തയ്യാറായിരുന്നു. എന്നാൽ നേരിട്ട് പ്രതിയായ ആൾക്ക് തന്നെ നോട്ടീസ് നൽകണമെന്ന നിലപാടാണ് പോലീസ് സ്വീകരിച്ചത്. അതുകൊണ്ടാണ് അത്തരത്തിൽ പോലീസിന് 2 വട്ടം വീട്ടിലെത്തി മടങ്ങേണ്ടത് വന്നത്. എന്തായാലും പി.സി. ജോർജ് ഒളിവിലാണെന്നുള്ള സൂചനകൾ ഉച്ചയ്ക്ക് അല്പം മുമ്പ് പുറത്തു വന്നിരുന്നു. നേരത്തെ ആദ്യം തൊടുക്കപ്പെട്ട അറസ്റ്റ് ഉണ്ടാകില്ല എന്നുള്ള തീരുമാനത്തിൽ നിന്നും പോലീസ് അറസ്റ്റ് നടപടികളിലേക്ക് കടക്കുമെന്ന ഘട്ടത്തിൽ പി.സി. ജോർജ് വീട്ടിലില്ല എന്നുള്ള വിവരം സ്ഥിരീകരിച്ചിരുന്നു. പി.സി. ജോർജ് തിരുവനന്തപുരത്താണ് എന്നുള്ള വിവരമാണ് കുടുംബാംഗങ്ങൾ പങ്കുവച്ചത്. എന്നാൽ പോലീസ് അത് വിശ്വാസത്തിലെടുക്കുന്നില്ല. പി.സി. ജോർജിന്റെ മൊബൈൽ ഫോണും വാഹനവും ഒക്കെ ഈരാറ്റുപേട്ടയിലെ വീട്ടിൽ തന്നെ ഉണ്ട്. പക്ഷേ പി.സി. ജോർജ് അറസ്റ്റ് ഒഴിവാക്കാൻ രഹസ്യ കേന്ദ്രത്തിലേക്ക് മാറി എന്ന് തന്നെയാണ് പോലീസ് കരുതുന്നത്. ഈ ഒരു ഘട്ടത്തിലാണ് ഇപ്പോൾ അഭിഭാഷകൻ മുഖേന തിങ്കളാഴ്ച ഹാജരാകാമെന്നുള്ള അറിയിപ്പ് പോലീസിന് നൽകിയിരിക്കുന്നത്. എന്തായാലും അത് പോലീസ് അറിയിപ്പ് അല്ലെങ്കിൽ പി.സി. ജോർജിന്റെ അഭിഭാഷകൻ മുഖേന നൽകിയ വിവരം അംഗീകരിച്ച് മുന്നോട്ട് പോകാൻ സാധ്യതയില്ല. പി.സി. ജോർജിനെ അറസ്റ്റ് ചെയ്യാനുള്ള നീക്കങ്ങൾ പോലീസിന്റെ ഭാഗത്തുനിന്നും ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും ഒട്ടേറെ വിമർശനങ്ങൾ പോലീസ് പി.സി. ജോർജിന്റെ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് പോലീസും സർക്കാരും കേട്ടിരുന്നു. ആ വിമർശനങ്ങൾ തുടരുന്നതിനിടെയാണ് അറസ്റ്റ് വേണമെന്നുള്ളൊരു നിർദ്ദേശം ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്നും ഉണ്ടായത്. എന്തായാലും പി.സി. ജോർജ് അറസ്റ്റ് ഒഴിവാക്കുന്നതിനായി അല്ലെങ്കിൽ അറസ്റ്റ് നടപടികൾ വൈകിപ്പിക്കുന്നതിനായുള്ള ശ്രമമാണ് ഇപ്പോൾ നടത്തുന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. തിങ്കളാഴ്ച ഹാജരാകാമെന്നാണ് പി.സി. ജോർജ് അഭിഭാഷകൻ മുഖേന പോലീസിനെ അറിയിച്ചിരിക്കുന്നത്. വിവരങ്ങളാണ് ജോസി ബാബു നൽകിയത്.